പെലിക്കൺ പക്ഷികളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. തള്ളപ്പക്ഷി മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വളരെ നീളമുള്ള തൻ്റെ കൊക്ക് ഉപയോഗിച്ച് തൻ്റെ തന്നെ മാറ് കുത്തിത്തുളച്ച് ആ രക്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. സ്വന്തം രക്തം നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരമ്മ. നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അമ്മിഞ്ഞപ്പാലും സ്വന്തം രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവനെ നൽകിയ ഒരു രാജാവുണ്ട്. യുദ്ധം ചെയ്യുവാൻ അറിവില്ലാത്ത രാജാവ്, അഥവാ യുദ്ധത്തിൻ്റെ മാർഗത്തിലൂടെ അല്ല വിജയം നേടേണ്ടത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു രാജാവ്. വലിയ പ്രൗഢിയോടെ രാജാക്കന്മാർ ജീവിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഒരു ദരിദ്രനെ പോലെ ജീവിച്ച രാജാവ്. ഒരിക്കലും ആരോടും യുദ്ധം ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്തിൻ്റെ രാജാവ്. പക്ഷെ തൻ്റെ ജീവിതം മുഴുവനും യുദ്ധമായിരുന്നു. മനുഷ്യരോടല്ല, മൃഗങ്ങളോടുമല്ല, ദുഷ്ടതയോട് മാത്രം. സത്യത്തിനു വേണ്ടി ദുഷ്ടതയെ എതിർത്തിരുന്ന ആ രാജാവിനെ ദുഷ്ടതയ്ക്ക് വിധേയരായ ദുഷ്ടമനുഷ്യർ കൊന്നു. എന്നാൽ ഒരു അത്ഭുതം, ആർക്കായിരുന്നു വിജയം? അവർ ആ രാജാവിനെ കൊന്നെങ്കിലും കൊല്ലപ്പെട്ട ആ രാജാവ് ഇന്നും ലോകത്തിൽ ജയാളിയായി നിലനിൽക്കുന്നു. ആ രാജാവിനെ കൊന്നവരൊക്കെ പരാജിതരായി. ആ രാജാവ് ലോകത്തിന് നൽകിയ മഹത്തായ പാഠം യുദ്ധത്തിലൂടെയല്ല, കൊല്ലുന്നതിലൂടെയുമല്ല, വിജയം കൈവരിക്കുന്നത് സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും ശത്രുക്കളെയും സ്നേഹിക്കുക, അതാണ് വിജയത്തിൻ്റെ മാർഗം. ആ രാജാവിനോട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ പൈതങ്ങൾ ഉൾപ്പെടെ ജനസമൂഹം ആർത്തുപാടി പറഞ്ഞ ഒരു അപേക്ഷയാണ് ഹോശാന, അതായത് ഞങ്ങളെ രക്ഷിക്കാം. ആ രാജാവായ യേശുക്രിസ്തു തൻ്റെ രാജകീയ പട്ടണമായ യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് പ്രവേശിച്ച ആ വലിയ സംഭവത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഹോശാന ഞായർ. ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആ പുരുഷാരം പാടിയ ഒരു വലിയ ആവശ്യം ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. യേശുക്രിസ്തു എന്ന ആ രാജാവ് ആ ആവശ്യം നിർവഹിക്കുകയും ചെയ്തു. അവൻ ക്രൂശിതനായതിലൂടെ പെലിക്കൺ പക്ഷി കുഞ്ഞുങ്ങൾക്ക് തൻ്റെ രക്തം നൽകുന്നതുപോലെ ലോകത്തിൻ്റെ ഭക്ഷണമായി ക്രൂശിൽ സ്വന്തം മാംസം നുറുക്കുകയും പാനീയമായി രക്തം ചൊരിയുകയും ചെയ്തതിലൂടെ ഈ യേശുവിൻ്റെ മാർഗം മാത്രമേ ലോകത്തിൽ സ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. ആ സ്നേഹത്തിൻ്റെ മാർഗത്തിൽ ജീവിപ്പാൻ നമുക്കും സാധ്യമാവേണ്ടേ?